പാട്ടുകൾ ഇല്ലേ? പാട്ട് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർഷങ്ങളായിട്ടും ഇല്ലേ, നമ്മുടെ ഒരു ഓർമ്മ വെച്ച കാലം തൊട്ടേ പാട്ടുകൾ കേൾക്കുന്നവരാണ്. അത് ഈ സിനിമ പാട്ട് എന്നുള്ളതല്ല, നമ്മളുടെ നാടൻ പാട്ടുകൾ മുതൽ അല്ലേ, സിനിമകളുടെയും നാടകങ്ങളുടെയൊക്കെ ഉത്ഭവത്തിന് മുമ്പുള്ള നാടൻ കലാരൂപങ്ങൾ, അതിലൂടെ നമുക്ക് ആർജിച്ചിട്ടുള്ള പാട്ടുകൾ, ഇല്ലെങ്കിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഉപയോഗിച്ചിരുന്ന പാട്ടുകൾ ഇല്ലേ, അതൊക്കെ എന്തിനു വേണ്ടിയിട്ടുണ്ടായിരുന്നു? ആദ്യകാലങ്ങളിൽ നമ്മൾ ഈ പാട്ടിൻ്റെ ഉത്ഭവം എന്ന് പറയുമ്പോൾ അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? സാധാരണ ആളുകൾ അവരുടെ ജോലിയുടെ ഭാരം അല്ലെങ്കിൽ കാഠിന്യം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആ പാട്ടുകൾ ഒന്ന് മൂളി തുടങ്ങിയിരുന്നത്. പിന്നീട് അതിന് പുതിയ പുതിയ ഭാവങ്ങളും വന്നു ചേർന്നു. ഇന്നിപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള രീതിയിലുള്ള ശബ്ദത്തിൻ്റെ ഗാംഭീര്യം കൂടിയ ഏത് തരത്തിലേ വേണം പാട്ടുകൾ, എല്ലാത്തിനും ഇന്ന് ആവശ്യക്കാർ ഏറെയാണ്. അപ്പം ഈ പാട്ടുകളൊക്കെ അടിസ്ഥാനമായിട്ടും എന്താണ് മനുഷ്യർക്ക് നൽകുന്നതെന്ന് ചോദിച്ചാൽ, സന്തോഷം എന്ന് ഒരു സൈഡിൽ പറഞ്ഞാൽ, മറു സൈഡിൽ എന്താ പറയുക, ദുഃഖവും കൂടി നൽകുന്നുണ്ട്. ദുഃഖം നൽകുന്നത് പാട്ടുകൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ദുഃഖത്തെ ചിലപ്പോൾ വർദ്ധിപ്പിക്കുവാനായിട്ട് ശ്രമിക്കും. സത്യമാണ് ഞാൻ പറയുന്നത്, അന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് എൻ്റെ അനുഭവത്തിൽ നിന്നൊന്നല്ല, ഞാൻ പറയാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് നല്ല വിഷമം വരുന്നു, അപ്പോൾ നിങ്ങൾക്ക് അതുപോലുള്ളൊരു സാഡായിട്ടുള്ളൊരു സോങ് കേട്ടാലെന്ന് പറയും, നിങ്ങളുടെ വിഷമം കൂടുമോ കുറയുമോ? തീർച്ചയായിട്ടും കൂടും. അതിലെ വരികൾ കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തോ ഒരു ജീവിതം എന്ന് പോലെ, അല്ലെ എന്തൊരു കഷ്ടമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കരച്ചിൽ വന്നു പോകും. ചില സിനിമാ ഗാനങ്ങൾ നിങ്ങൾ കണ്ടിട്ട് കരയാറില്ലേ? ചില സിനിമകൾ കണ്ടിട്ട് കരയാറില്ലേ? അങ്ങനെ കരയുന്ന അല്ലെങ്കിൽ കരച്ചിൽ വരുന്ന ഒരുപാട് പാട്ടുകളും സിനിമകളും തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ പാട്ടുകളും അതിൻ്റെ ആ വരികൾക്കും സംഗീതത്തിനും അനുസരിച്ചുള്ള ശബ്ദങ്ങൾ കൂടി തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഗായകരെ നമുക്കറിയാം, ഓരോരുത്തർക്കും ഓരോ പ്രത്യേക ശബ്ദമായിരിക്കും ഇല്ലേ? അപ്പോൾ അതിന് ചേരുന്ന തരത്തിലുള്ള പാട്ടുകളായിരിക്കും സംഗീത സംവിധായകരും പ്രൊഡ്യൂസറും ഒക്കെ ചേർന്ന് അവർക്ക് നൽകുന്നത്. അപ്പം ചിലർക്ക് ഇന്ന ആളെന്ന് പറയുമ്പോഴേ ഇന്ന ടൈപ്പ് സോങ് എന്നുള്ളതാണ്. ചിലരുണ്ട് എല്ലാ ടൈപ്പിലുള്ള സോങ്ങുകളും പാടുന്നവരുണ്ട്. ഇപ്പം നമുക്ക് ഈയിടെ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞുപോയ ജയചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ഭാവഗായകൻ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പാട്ട് ഒരു പ്രത്യേകതയാണ്. എന്താണ് ആ പ്രത്യേകത എന്ന് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ ശബ്ദമാണ്. ഇപ്പോൾ യേശുദാസ്, എന്താണ് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിനാണ് പ്രത്യേകത അല്ലേ? പിന്നെ ഇപ്പം ഫേമസ് അത്ര അടുത്തുള്ളവരുടെ കാര്യം ഞാൻ പറയുന്നത്, ചിത്ര, എന്താണ് ശബ്ദം, സുജാത, അവരുടെ ആ കിളിക്കൊഞ്ചൽ പോലുള്ള കൊഞ്ചിട്ടുള്ള ആ ശബ്ദം അല്ലേ? ഇവരൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് ഇപ്പോൾ ഇഷ്ടംപോലെ നന്നായിട്ട് പാടുന്നവരൊക്കെ ഉണ്ട്. പല ശബ്ദത്തിൽ പല പല രീതിയിൽ നല്ല വ്യത്യസ്ത സൗണ്ടിലൊക്കെ ഉള്ളത്. ഇപ്പം അങ്ങനെയുള്ള ഒരാളാണ് ശ്രീനിവാസൻ്റെ മകൻ വിനീത് ശ്രീനിവാസൻ. ആ പുള്ളിക്കാരൻ്റെയും ശബ്ദം ഒരു പ്രത്യേക ശബ്ദമാണ് അപ്പം അങ്ങനെയുള്ളവരെന്താണ്, ചിലർ പാടുന്ന പാട്ടുകളെല്ലാം ഭയങ്കര ഹിറ്റായിരിക്കും. അതെന്തുകൊണ്ടാണ് ആ ഹിറ്റ് വരുന്നത്? സംഗീതത്തിൻ്റെ പ്രാധാന്യം ഒന്ന്, വരികൾ, പിന്നെ അവരുടെ ആ ശബ്ദത്തിൻ്റെ പ്രത്യേകത കൂടിയാണ്. ഇപ്പം സംഗീത സംവിധായകർ പറഞ്ഞു കൊടുക്കുന്ന ആ രീതിയിൽ അവർ പറഞ്ഞു വരുമ്പോൾ അവരുടെ ശബ്ദവുമായി ചേരുമ്പോൾ വളരെ നല്ല ഒരു അനുഭവമായിരിക്കും കേൾവിക്കാരന് ഉണ്ടാവുക അല്ലേ? നമ്മളെപ്പോഴും ഈ പാട്ടിനെ പോസിറ്റീവായി മാത്രം കാണുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്നത് ഈ പാട്ടുകളാണ് അല്ലേ? അപ്പം ഒന്നുകിൽ നമ്മൾ പെൻഡ്രൈവിൽ നമ്മൾ കേൾക്കും, അല്ലെങ്കിൽ ഫോൺ വഴിയോ അല്ലെങ്കിൽ FM ഇതാണ് കൂടുതൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ കേൾക്കാനായിട്ട് ഉപയോഗിക്കുന്നത്.
അപ്പം നമ്മൾ സന്തോഷം, നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ പറയാം, നമ്മൾ ഭയങ്കരമായിട്ട് ഒരു മരണം എന്നുള്ളതിൽ അല്ല, അല്ലാതെ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായി, എന്തെങ്കിലുമായിട്ട് നമ്മുടെ മനസ്സിന് താങ്ങാൻ പറ്റുന്നില്ല, അപ്പം നമ്മൾ ഒരിക്കലും വിഷമം തോന്നുന്ന പാട്ട് കേൾക്കാൻ നിൽക്കല്ല. ചെറിയൊരു ആശ്വാസം, ചെറിയൊരു ഒരു ഉണർവ് ലഭിക്കുന്ന തരത്തിലുള്ള പാട്ടുകൾ കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് നമ്മുടെ അപ്പോഴത്തെ ആ മൂഡൊന്ന് മാറി കിട്ടാനായിട്ട് സഹായിക്കും. പിന്നെ ഭയങ്കര വിഷാദാവസ്ഥയാണ്, എനിക്കിപ്പം വിഷാദത്തിൻ്റെ പ്രശ്നമാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള പാട്ടേ കേൾക്കുന്നുള്ളൂ എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല. നമ്മൾ ഒരിക്കലും നെഗറ്റീവിനെ തന്നെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് പോകേണ്ടത്. അതാണ് നിങ്ങളുടെ മനസ്സും ആഗ്രഹിക്കുന്നത്. ഇല്ലെങ്കിൽ മനസ്സ് ഭയങ്കരമായിട്ടും ഡൗണായി പോകും. മനസ്സ് ഡൗണായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരത്തെ അത് ബാധിക്കും. ഹോർമോൺസിന് ചേഞ്ച് ഫുള്ളായിട്ട് വരും. അതിലും നല്ലത് നമ്മളെ സഹായിക്കാൻ മറ്റാരുമില്ലാത്ത ഒരവസ്ഥയിലും നമുക്ക് ഇത്തരത്തിലുള്ള നല്ല പാട്ടുകൾ, നമ്മുടെ മനസ്സിനൊരു ഉണർവ് നൽകുന്നുള്ള തരത്തിലുള്ള പാട്ടുകൾ കേൾക്കാം. അത് നമുക്ക് മറ്റാരുടെയും സഹായം വേണ്ട, അല്ലേ? ഇപ്പോൾ എല്ലാവർക്കും ഫോണുണ്ട്, ഫോണിൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാം, അല്ലേ? നമ്മളല്ലാതെ നമുക്കിപ്പോൾ ഒരു വിഷമം വന്നു അതിനെക്കുറിച്ചൊന്ന് യൂട്യൂബിൽ ചർച്ച ഉള്ളത് എന്തെങ്കിലും ഉണ്ടോ, അതല്ല പെട്ടെന്ന് കൂടുതലായിട്ട് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ആദ്യം ഒരു പാട്ടിൽ നിന്ന് തുടങ്ങി നോക്കും. യൂട്യൂബ് എന്ന് പറയുമ്പോൾ മോശം എന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല, അതിൽ വേണ്ടതും വേണ്ടാത്തതും ഉണ്ട്. ഇപ്പം മിക്കവാറും എന്തെങ്കിലും ഒരു അസുഖം ത്തിൻ്റെയൊക്കെ ഒരു ഇത് തോന്നിക്കഴിഞ്ഞാൽ മിക്കവാറും യൂട്യൂബ് എടുത്ത് വെച്ച് അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ഒരു കാര്യത്തെക്കുറിച്ച് 100 കൂടുതൽ അഭിപ്രായം കാണും. ഒരാൾ പോസിറ്റീവ് പറയും, ഒരാൾ നെഗറ്റീവ് പറയും. നമ്മുടെ ചിന്തയും വെച്ചുകൊണ്ട് എനിക്ക് ഇന്ന അസുഖമായിരിക്കുമോ എന്നുള്ള സംശയത്തോടു കൂടി നമ്മൾ നോക്കുമ്പോൾ നെഗറ്റീവായിട്ടുള്ളതായിരിക്കും ചിലപ്പോൾ നമുക്ക് വീഡിയോ കിട്ടുന്നത്. അവർ പറയുന്നതും കൂടെ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതമേ ചിലപ്പം വേണ്ടാന്ന് തോന്നിപ്പോവും. മനസ്സിലായോ? ഇങ്ങനെ ഈ അസുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മളതും യൂട്യൂബിൽ ചർച്ച ചെയ്യാതെ നോക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം അതിൽ നമ്മളൊരാളെ വിശ്വസിച്ച് കേൾക്കുകയാണ് നമ്മുടെ ഡോക്ടർ, അല്ലേ? ഡോക്ടർ നമ്മളോട് കാര്യങ്ങൾ പറയും, ഡോക്ടർ പറയുന്നതായിരിക്കും കാരണം കറക്റ്റ്. കാരണം ഒരാളുടെ രീതികൾ, ശരീരത്തിൻ്റെ രീതികളും അവരുടെ പ്രത്യേകതകളുമായിരിക്കില്ല മറ്റൊരാൾക്ക്. യൂട്യൂബിൽ ഒരാൾ പറയുമ്പോൾ അവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ആ ഒരു ടൈപ്പുള്ള ആളായിരിക്കില്ല, അത് വേറൊരു ടൈപ്പിലുള്ള ആൾക്കാരുടെ കാര്യമായിരിക്കും പറയുന്നത്. പക്ഷെ കേൾക്കുന്നവരെന്തോ എനിക്കും അങ്ങനെ ഉണ്ടാവുമോ, ഞാനും ഇങ്ങനെ അസുഖമാണ്, ഇങ്ങനെ ടെൻഷൻ കൂടും. അത് ആവശ്യമില്ലാത്ത കുറേ പ്രശ്നങ്ങൾ വരുത്തി വയ്ക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള കൂടുതൽ ഈ ഇത്തരത്തിലുള്ള വീഡിയോസ് കണ്ട് അതേ മനസ്സ് വിഷമിപ്പിക്കില്ല. നമ്മൾ മനസ്സിന് സന്തോഷം കൊടുക്കുക. നമ്മൾ ഏതൊരവസ്ഥയിലായാലും നമ്മൾ മനസ്സിനെ സന്തോഷിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം എപ്പോഴും ഡോക്ടേഴ്സ് ആയാലും പറയത്തില്ലേ, രോഗിയാണ്, അധികം നാൾ ചിലപ്പം കാണില്ല എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്? അവർക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാനേ പറയുള്ളൂ. ഇപ്പം മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു രോഗിയാണെന്നോ ഒരു ആളാണെങ്കിൽ അവരോടും പറയുന്നത് ചുറ്റുപാടുമുള്ളവരെന്താണ് അവർക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാനേ പറയുള്ളൂ. അപ്പം എന്തിനാണ് അങ്ങനെ പറയുന്നത്? കാരണം മനസ്സിന് കിട്ടുന്ന ആ സന്തോഷം നമ്മുടെ ശരീരത്തെ നന്നായിട്ട് ബാധിക്കും, അതായത് സഹായിക്കും. അത് പോസിറ്റീവാണ് ഏറ്റവും നല്ലത്. അതിനാണ് നമ്മളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കൂ എന്നൊക്കെ പറയുന്നത്. ഇപ്പം പ്രഗ്നൻസിയിൽ എന്തുകൊണ്ടാണ് സന്തോഷമായിട്ടിരിക്കുന്നത്? അങ്ങനെ പറയുന്നത് എന്തിനാണ്? സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറയുന്നത് എന്തിനാണ്? നമ്മുടെ ഉള്ളിലെ കുഞ്ഞും ആ സന്തോഷത്തോടു കൂടി വളരട്ടെ എന്ന് കരുതിയിട്ട്. നമ്മളെപ്പോഴും വിഷമിച്ച് അതും ആലോചിച്ചിരുന്നാൽ കുഞ്ഞിൻ്റെയും ചിന്താഗതി അതിലേക്ക് തന്നെ പോകും. അപ്പം നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. നമ്മളെപ്പോഴും പോസിറ്റീവിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, നെഗറ്റീവിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതിരിക്കുക. ഒന്നിനെക്കുറിച്ച് അമിതമായി ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ ആ രീതിയിൽ പാട്ടിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. വിഷമമായതുകൊണ്ട് എൻ്റെ പ്രേമം പൊട്ടി അല്ലെങ്കിൽ സ്നേഹബന്ധം വേണ്ടെന്ന് വെച്ചു, അതുകൊണ്ട് ഞാനൊന്നും പണ്ടത്തെ രീതി താടി വളർത്തി ഇങ്ങനെ പാട്ടും പാടി നടക്കും. അതൊക്കെ അങ്ങനത്തെ കാലം കഴിഞ്ഞു. എങ്കിലും അങ്ങനെയൊന്നും വേണ്ട. നമുക്കുള്ള സുന്ദരനോ സുന്ദരിയോ എവിടെയോ കാത്തിരിപ്പുണ്ട് എന്ന് മാത്രം കരുതുക. ഇപ്പോൾ നഷ്ടപ്പെട്ടത് ഒന്നുമല്ല, അതിലും നല്ലത് നമുക്ക് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ തട്ടി പോകുന്നത് എന്ന് കരുതുക. എൻ്റെ അമ്മ പറയുന്ന ഒറ്റ കാര്യം ഞാൻ പറയണം: കടുക്കൻ ഇട്ടവൻ പോയാൽ കമ്മലിട്ടവൻ വരും.
എന്നാണ് പറച്ചിൽ. ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചു നോക്കും. എല്ലാവരും നല്ല ആളുകളാണ്. ശരിയല്ലേ? ഓക്കെ.